ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ചിങ്ങ 1 ഞാൻ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തുള്ള അമ്പലം കുശക്കോട് മഹാദേവ ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ അവിടെയാണ് പോയത് ഞാൻ രാവിലെ തിങ്കളാഴ്ചയിൽ. അപ്പോൾ ശിവൻ്റെ അടുത്താണ് ഇന്ന് പോയത്. നമ്മൾ രാവിലെ എപ്പോഴും കുളിച്ച് രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഭയങ്കര ഒരു സുഖമാണ്. നമ്മളെ വിഷമങ്ങളെല്ലാം നമുക്ക് പറയാനും നമുക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾക്കും അങ്ങനെയാണോ? ഉണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ അമ്പലത്തിലിരുന്നു. ഇത് കോയിൻ ബോക്സാണ്. നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കോയിൻ നടക്കിടാനുള്ള കോയിൻ കൊണ്ടുള്ള കോയിൻ ബോക്സാണ്. മോൾ എനിക്ക് കൊണ്ട് തന്നതാണിത്. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് നേരെ കടയിലോട്ട് വന്നു. കടയിൽ വിളക്ക് കത്തിക്കണമല്ലോ. അപ്പം കടയിൽ വന്നപ്പോഴും അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാറുള്ള ചേച്ചി വന്ന് അവിടെ എല്ലാം തൂത്ത് തുടയ്ക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് ഞാനിത് വെറുതെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ചേച്ചി അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിളക്കൊക്കെ റെഡിയാക്കി വിളക്കൊക്കെ ഒരുക്കി വെച്ച് വിളക്ക് കത്തിച്ചു. ഇന്ന് മഞ്ഞപ്പൂവാണ്, നല്ല ഐശ്വര്യമുള്ളൊരു ഇതാണ്. നല്ല മഞ്ഞ നിറത്തിലുള്ള പൂവാണെന്ന് കിട്ടി. അതിൽ ജമന്തി പൂവാണ്. അങ്ങനെ കർപ്പൂര തട്ടമൊക്കെ കത്തിച്ചു, വിളക്ക് കത്തിച്ച് കുറച്ച് നേരം പിന്നെ ഞാൻ അവിടെ നിന്നു. അവിടെ കടയിൽ നിന്ന് കുറച്ച് നേരം നിന്നിട്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ വന്നത്. കാരണം ഉച്ചയ്ക്കാണല്ലോ പിന്നെ നമുക്ക് അവിടെ ഷോപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അടുത്ത് മോക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. അങ്ങനെ അടുത്ത് ഞാൻ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലോട്ട് പോയി. അവിടെ ഡിസൈനർ ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ് നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് സ്ലീവും നെക്കും എല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അത് കാണുമ്പോൾ തന്നെ നല്ല പ്രത്യേക ഒരു വൈബാണ്. അത്രയും ഭംഗിയായിട്ട് അവരിവിടെ വച്ചിട്ടുണ്ട്. പല നിറത്തിലുള്ള കളർ ഡിസൈനർ ബ്ലൗസ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ മോക്ക് പോയി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ബൈക്ക് ഒരുപാട് നാളായി വർക്ക്ഷോപ്പിലായിരുന്നു. അത് നന്നാക്കി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും എൻ്റെ ചോട്ടുകുട്ടൻ കയറിയിരിക്കുകയാണ്. ഇവനാണ് ചോട്ടു. ഞങ്ങളുടെ വീട്ടിൽ 2 ആഴ്ച പ്രായമുള്ളപ്പം കിട്ടിയതാണ് ഞങ്ങൾക്ക്. ഇപ്പം അവന് 6 വയസ്സായി. 6 വയസ്സായെങ്കിലും അവൻ ഇപ്പോഴും കുഞ്ഞായിട്ടാണ് ഇരിക്കുന്നത്. അധികം വളർച്ചയില്ലാത്ത ഇനത്തിൽപ്പെട്ടതാണ് അവൻ. അങ്ങനത്തെ ബ്രീഡാണ്. ഭയങ്കര സ്നേഹമാണ്, ഞങ്ങളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. വീടിനകത്തിട്ടാണ് ഞങ്ങൾ വളർത്തുന്നത്, പുറത്തൊന്നും വിടാതെ വീടിനകത്തിട്ടാണ് വളർത്തുന്നത്. ഒരു കൂട് പോലും ഇല്ല, അതുകൊണ്ട് അകത്തിട്ട് തന്നെയാണ് വളർത്തുന്നത്. അപ്പം ഞങ്ങളുമായിട്ട് അത്രയും അധികം അറ്റാച്ച്മെൻറ്റാണ്. അപ്പം അവൻ ബൈക്കിൽ കയറി ഇരിക്കുകയാണ്, ഒരുവിധം ബൈക്കിൽ നിന്ന് താഴെ ഇറങ്ങില്ല. അപ്പം അച്ഛൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ കഴുത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ. അങ്ങനെ ചോട്ടു. ഓക്കെ, ബൈ ബൈ.